ബൈനോക്കുലർ ടോക്സിൻ്റെ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ ദിവസ യാത്ര. തിരുവനന്തപുരം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനും കാണാൻ ഇരിക്കാതെയും അല്ലെ ഒരിക്കലും മറക്കാത്ത ഒരാളാണ് സാക്ഷാൽ ശ്രീപത്മനാഭസ്വാമി. നമ്മൾ ഇന്നത്തെ യാത്ര ശ്രീപത്മനാഭൻ്റെ നടക്കേന്ന് ആരംഭിക്കണേ. ഇത് നമ്മൾ തിരുവനന്തപുരം സിറ്റി റൈഡ് നടന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങും കേട്ടോ. ഗേറ്റ് ഇതാണ് കിഴക്കേ കോട്ട എന്ന് പറയുന്ന സാധനം. കോട്ട പണിത് വെച്ചേക്കുന്നത് കേട്ടോ. അതിൽ എഴുതി വെച്ചേക്കുന്നുണ്ടോ രാജ ആർ വി രവിവർമ്മയുടെ ഷോർട്ട് ഫോം ആണ് ആർ വി. ഇതിന്റെ നമ്മൾ ലെഫ്റ്റ് അല്ലേ നിഷേ? നമ്മളിപ്പോ ലെഫ്റ്റാ പോകുന്നത്. റൈറ്റ് പോയി കഴിഞ്ഞാൽ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ആറ്റുകാല് പോവാം, ശ്രീവരാഹം പോവാം, കോവളം പോവാം, അമ്പലത്തറ പോവാം, ആ വഴി പോവാം. ആറ്റുകാല് ഇവിടുന്ന് അടുത്താട്ടോ. ഇതാണ് കിഴക്കേക്കോട്ട ജംഗ്ഷൻ. അതായത് തിരുവനന്തപുരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും ഇവിടുന്ന് ബസ് കിട്ടും. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടോ, ശ്രദ്ധിച്ചായിരുന്നോ? എന്തോ ഇവിടെ എന്ത് ഇലക്ട്രിക് ബസ്സാന്ന് നോക്കി. ഇലക്ട്രിക് ബസ് ഇഷ്ടം പോലെ ഉണ്ട് ട്രിവാൻഡ്രത്തോട്ടോ. കുറേ വണ്ടി കണ്ടു. രാവിലെ തന്നെ നല്ല തിരക്കാട്ടോ. അത് ബസ് സ്റ്റാൻഡാണേ. ഈ വർഷത്തെ ലാസ്റ്റ് ദിവസമല്ലേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഈ റെഡ് കളർ കണ്ടില്ലേ, വൈറ്റും, ഇത് ഇലക്ട്രിക് ബസ് കേട്ടോ. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഇഷ്ടംപോലെ ബസ് ഉണ്ട് ഇലക്ട്രിക്. ഇതുണ്ട് പഴവങ്ങാടി ക്ഷേത്രം. ശ്രീ ഗണപതായേ നമഃ. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഉണ്ട് അറിയാനാണ്. ഈ ക്ഷേത്രം കരസേനയുടെ നിയന്ത്രണത്തിലാണ്, ഇന്ത്യൻ ആർമിയുടെ. ഇത് റൈറ്റ് പാളയല്ലേ ഉള്ളോട്ട് കയറി പോന്നെ? ചാല മാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ. ഇനി വരുന്ന സിഗ്നലിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാല് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡുമാണ്. ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാല് ഓവർബ്രിഡ്ജ് ജംഗ്ഷൻ എന്ന് പറയും. ഓവർബ്രിഡ്ജ് ഇതൊരു റെയിൽവേ ഓവർബ്രിഡ്ജ് കേട്ടോ. താഴെ റെയിലാണ് പോകുന്നത്. തമ്പാനൂരിൽ നിന്ന് കയറി വരുന്ന വണ്ടികളാണ് കേട്ടോ. അതുകൊണ്ടോ ആ വഴി തമ്പാനൂരിൽ നിന്ന് കയറി വരുന്നതാണ്. ഈ വഴിക്ക് 4 തിയേറ്റർ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മള് പോകുന്ന എങ്ങോട്ടാന്നറിയോ? നമ്മള് പാളയം സ്റ്റാച്ചു, അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റില്ലേ, ഇനി വരുന്ന സിഗ്നലാണ് മറ്റേ ആയുർവേദ കോളേജ്. ഈ സിഗ്നലിന്റെ ഇടതുവശത്ത്. ട്രിവാൻഡ്രം സിറ്റി നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നു കേട്ടോ. ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ മാഞ്ഞാലിക്കുളം, ലെഫ്റ്റ് അങ്ങോട്ടാണ് വഞ്ചിയൂര്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വഞ്ചിയൂര് കേട്ടോ. ഇതേ സിഗ്നലിന് നേരെ മുമ്പിൽ ഇടതുവശത്ത് കാണുന്നതാണ്, ആ ഗേറ്റ് കാണുന്നതാണ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് കേട്ടോ. അങ്ങനെ നമുക്ക് സിഗ്നൽ ഓപ്പൺ ആയി കിട്ടി കേട്ടോ. ഇവിടെ സിഗ്നൽ ഓപ്പൺ ആകുമ്പോൾ അവിടെ യൂട്ടേൺ അടിക്കണം. ഇതൊക്കെ ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ ഭാഗങ്ങളാട്ടോ. ഇതല്ല തിരുവനന്തപുരത്ത് ഒരുപാട് സംഭവങ്ങൾ ഇരിക്കുന്ന ഈ വഴിക്കാണ്. അടുത്ത സിഗ്നൽ നമ്മൾ വീണ്ടും അടുത്ത സിഗ്നലിലോട്ട് എത്തി കേട്ടോ. വളരെ അടുത്തടുത്ത് ഇവിടെ കുറെ സിഗ്നലുണ്ട്. MG റോഡ്, ഇത് MG റോഡാണ് കേട്ടോ. റോഡിന്റെ പേര് പറയാൻ മറന്നുപോയി. ഇത് പുളിമൂട് ജംഗ്ഷൻ കേട്ടോ. ഈ സിഗ്നലിന്റെ പേരല്ലേ പുളിമൂട്. ഇനി വരുന്ന സിഗ്നലാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്. വലതുവശത്താണ് സെക്രട്ടേറിയറ്റ് വരുന്നത് കേട്ടോ. സെക്രട്ടേറിയറ്റ് കേട്ടല്ലോ. നമ്മുടെ സെക്രട്ടേറിയറ്റ് എങ്ങനെയുണ്ട്? വീണ്ടും നമ്മൾ അടുത്ത സിഗ്നലിലെത്തി.
ഇവിടെയാണ് സ്ഥിരം സമരങ്ങൾ, ഇന്നുകൊണ്ട് സമരം കേട്ടോ. ഇന്നുകൊണ്ട് സമരം. ഇന്ന് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് ധർണ. ഇത് സെക്രട്ടേറിയറ്റിന്റെ ബാക്ക് വശമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര സുരക്ഷിത മേഖലകളാണ്. പിന്നെ 24 മണിക്കൂർ ഇടിവണ്ടികളും സാധനങ്ങളും ഒക്കെ ഇവിടെ കിടപ്പുണ്ടാവും. അതിനെപ്പാട്ട് പോലീസ് സ്റ്റേഷനൊക്കെ ഇല്ലേ? ഉണ്ട്. വേണ്ട പ്രിൻസിപ്പൽ അക്കൗണ്ട് ജനറൽ ഓഫീസ്. അക്കൗണ്ട് ജനറൽ. ഓഡിറ്റ് ഭവനാണ് കേട്ടോ വലതുവശത്ത് കണ്ടത്. ഇനി നമ്മുടെ കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് ഇടതുവശം. ഇത് മോഹൻദാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരിടമുണ്ട്, അവിടെ ഉണ്ട്. നേരെ പോയാൽ മെഡിക്കൽ കോളേജ് പോവാം, കവടിയാർ പോവാം. നമുക്ക് ലെഫ്റ്റ് പോയാലോ? നമുക്കിപ്പോ അതുവഴി കയറി പോവാം. അതാണ് പാളയം. നമുക്ക് അതിലേക്ക് ഇറങ്ങി വന്ന് പാളയം വരാം. ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോകുന്നു കേട്ടോ. നേരെ പോയി കഴിഞ്ഞാൽ LMS കോമ്പൗണ്ട് ലെഫ്റ്റ് നേരെ പോകും. ഇതാണ് മറ്റേ BJT ഹാൾ എന്നറിയപ്പെടുന്ന സ്ഥലം. അയ്യങ്കാളി ഹാളാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ മറ്റേ എക്സിബിഷന്റെ മീറ്റിങ്ങുകള് കാര്യങ്ങള്, പിന്നെ ഈ വലിയ നേതാക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പൊതുദർശന സംഭവങ്ങളൊക്കെ വരത്തില്ലേ, അതൊക്കെ ഇവിടെ വരുന്നു. ഇത് പള്ളിയാണ് കണ്ടല്ലോ. മേരി ക്വീൻ ചർച്ചാണ്. ഇവിടെ എല്ലാം നല്ല ഇഷ്ടംപോലെ നിരവധി ഹോട്ടലാണ്. ഇതാ പാളയം ഫ്ലൈ ഓവർ ആട്ടോ ഈ താഴെ കിടക്കുന്നത്. ഇവിടെ നമ്മൾ അവിടെ നിന്ന് കൂടെ ലെഫ്റ്റ് തിരിഞ്ഞോട്ടോ. ലെഫ്റ്റ് തിരിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് MLA ക്വാർട്ടേഴ്സ്. ഇത് കേരള സർവകലാശാലയുടെ ആസ്ഥാനമാണ് കേട്ടോ. കേരള യൂണിവേഴ്സിറ്റി ആണ്. നേരെ കാണുന്ന അവിടുത്തെ നേരെ കാണും, മുമ്പിൽ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയാലും വഞ്ചിയൂർ എത്താം കേട്ടോ. ഇവിടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വഞ്ചിയൂർ പോകും. നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുക്കണേ. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. ഇവിടെ എല്ലാം നിരവധി സംഭവങ്ങളുടെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് നേരെ പോകുന്നത് പാളയത്തോട്ടാണ് കേട്ടോ. ഈ വണ്ടി ഇറങ്ങി വരണം. MLA ക്വാർട്ടേഴ്സ്. പാളയം അണ്ടർഗ്രൗണ്ട് ഉണ്ടല്ലോ, നമുക്ക് അടുത്ത ട്രിപ്പ് അതിനകത്ത് പങ്കെടുക്കാം. അതെ, ഇതാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. ഇതാണ് നമ്മുടെ പുതിയ നിയമസഭ. ഇതാണ് കേട്ടോ സ്റ്റേഡിയം. നമ്മൾ സർവകലാശാല ഇത് എടുക്കാൻ വേണ്ടി ഈ വഴി വാങ്ങി വന്നു കേട്ടോ. ഇല്ലേ നമുക്ക് ഇതിൽ നേരെയും വരാം. ഇത് പള്ളിയാണ് കേട്ടോ. CSI ചർച്ചാണ്. ഇതാണ് നിയമസഭ, കേരള നിയമസഭ. ഇവിടെ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവാണ് കേട്ടോ. ഇതെല്ലാം നിയമസഭയുടെ ഭാഗങ്ങളാണ് കേട്ടോ. ഇവിടെ ഈ സൈഡൊക്കെ ഇതാണ് ഇവിടുത്തെ പേര് കേട്ട ഒരു ഹനുമാൻ ക്ഷേത്രം ഉണ്ട് കേട്ടോ. OTC ഹനുമാൻ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ബോർഡ് കണ്ടോ? ഇവിടുന്ന് ലെഫ്റ്റ് മെഡിക്കൽ കോളേജ്, ലെഫ്റ്റ് പട്ടം പോവും. പിന്നെ റൈറ്റ് പോയി കഴിഞ്ഞാൽ വെള്ളയമ്പലം മ്യൂസിയം ഒക്കെ ഇവിടുന്ന് റൈറ്റ് ആണ്. ഈ സ്ഥലത്തിന്റെ പേര് PMG ജംഗ്ഷൻ ആണ്. PMG. ഇത് പോസ്റ്റ് ഓഫീസ്. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയ ബിൽഡിംഗ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ പോസ്റ്റ് ഓഫീസ് ആണ് കേട്ടോ. ഇവിടുന്ന് റോഡ് രണ്ടായിട്ട് തിരിയും. അത് 1 വേ ആണ്. അവിടുന്ന് തിരിച്ചു വരുന്ന ഇങ്ങോട്ടാണ് കേട്ടോ. ഈ വഴിക്കാണ് കയറി വരുന്നത്. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഉള്ളൂർ, കേശവാസപുരം, പട്ടം, പ്ലാമൂട് ഈ പോകുന്ന വഴി. ഇത് BSNL ഓഫീസാണ് കേട്ടോ, വെള്ള ബിൽഡിങ്. ഈ വണ്ടി ഇച്ചിരി സ്പീഡിൽ പോകുന്നതുകൊണ്ടേ നമുക്ക് പറഞ്ഞില്ല. ഇവിടെ വനിതാ കമ്മീഷൻ ഓഫീസ് ഉണ്ട് ഇവിടെ വലതുവശത്ത് കേട്ടോ. ഈ 1 വേയിലാണ്. ഈ 1 വേയില്
ഇത് ഈ പ്ലാമൂട്. സിഗ്നലിൽ നമ്മൾ വിട്ടു. ഇത് പ്ലാമൂട് സിഗ്നലാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വഞ്ചിയൂര് പേട്ടയൊക്കെ ഇത് ഈ ലെഫ്റ്റ് ആണ് കേട്ടോ. വഞ്ചിയൂർക്ക് പേട്ട ഒക്കെ എങ്ങോട്ട് പോകും. നമ്മൾ ഇവിടുന്ന് നേരെ ഇത് ഹൈവേ അല്ലേ? അത് ഹൈവേ നേരെ ഇത് നമുക്ക് എറണാകുളം പോകാം. കോട്ടയം എല്ലാം ഈ റോഡാണ് നേരെ. അതേ മുകളിലും ഇതുണ്ട്, ബോർഡുണ്ട്. ലെഫ്റ്റ് മെഡിക്കൽ കോളേജ്. പട്ടം സിഗ്നലാണ് കേട്ടോ. ഇനി മുമ്പിൽ അടുത്ത സിഗ്നൽ വരുന്നത്. അവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് സിറ്റിക്ക് അകത്തോട്ട് പോവാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാല് മരപ്പാലം എന്ന സ്ഥലമില്ലേ, അവിടെ കവടിയാറൊക്കെ പോകുന്നത് റൈറ്റ് പോയി കഴിഞ്ഞാൽ പോകും. ഈ പട്ടത്താണ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത് കേട്ടോ. മെയിൻ ട്രാഫിക് സ്റ്റേഷൻ പട്ടത്താണ്. അങ്ങനെ നമ്മള് പട്ടം സിഗ്നലിലോട്ട് എത്തി കേട്ടോ. ഫ്രീ ലെഫ്റ്റ് അല്ലേ, നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റ് പോവാം. നേരെ പോയി കഴിഞ്ഞാൽ കോട്ടയം ഹൈവേ ആണ്. നമ്മളിപ്പോ ലെഫ്റ്റ് തിരിഞ്ഞു. റോഡ്. ഇത് ആശുപത്രി ആട്ടോ, SUT സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. SUT എന്ന് പറഞ്ഞാൽ ഉത്രം തിരുനാൾ. അവിടുന്ന് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഇവിടെ വലതുവശത്ത് കാണുന്നതാണ് പോലീസിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് കേട്ടോ, ഈ കാണുന്നത്. പിന്നെ അങ്ങ് ദൂരെ വെള്ള ബിൽഡിംഗ് കാണുന്നതാണ് KSEB ബിൽഡിംഗ് ആണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയിട്ടേ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട്. കറക്റ്റ് 2 കിലോമീറ്റർ മേളിലുണ്ട് മെഡിക്കൽ കോളേജിലോട്ട്. ഇതാണ് KSEB ബിൽഡിംഗ് ആണ് കേട്ടോ, ഇടതുവശത്ത് കാണുന്നത്. നമ്മൾ ഇവിടെ ഒരു സിഗ്നൽ വരും. അവിടെ നമ്മൾ റൈറ്റ് ആണ് പോകുന്നത് കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗൗരീശപട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. റൈറ്റ് പോകുമ്പോൾ മെയിൻ ആയിട്ട് 2 ഹോസ്പിറ്റലാണ് ഉള്ളത്. ഒന്ന് കോസ്മോ ഹോസ്പിറ്റൽ അനുഷേ, അത് കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ കോളേജ് വരും. ഈ സ്ഥലത്തിന്റെ പേരാണ് പൊറ്റക്കുഴി. പട്ടം പൊട്ടക്കുഴി. അപ്പൊ നമ്മുടെ സിഗ്നൽ വീണ്ടും ഓപ്പൺ ആയി. ഈ വലതുവശത്ത് കാണുന്നതാണ് കോസ്മോ ഹോസ്പിറ്റൽ, കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ. അത് മാത്രം ശ്രദ്ധിച്ചോണം കേട്ടോ. എന്താ ഇവിടുത്തെ എല്ലാ റോഡിന്റെ നടുക്ക് ഡ്രെയിനേജ് സംവിധാനത്തിന്റെ മാൻഹോൾ ഇരിപ്പുണ്ട്. ഇനി ആ മുമ്പിൽ ആ ഒരു ഗ്ലാസിന്റെ ബിൽഡിംഗ് ഉണ്ട്, അതാണ് GG ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് കോർണൽ ഹോസ്പിറ്റൽ. വീണ്ടും അടുത്ത സിഗ്നൽ വന്നു ഞാൻ. വീണ്ടും നമ്മൾ സിഗ്നൽ എത്തി കേട്ടോ. അപ്പൊ നമുക്ക് സിഗ്നലായി. ഈ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് പോകുന്നതാണ് കിംസ് ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞിട്ട് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലുലു മാൾ ഉണ്ടല്ലോ, ഹൈവേയിൽ ലുലുവിന്റെ അങ്ങോട്ട് പോകുന്ന റോഡാണ്. ഇവിടെ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകണം കേട്ടോ. ഈ നീല ബിൽഡിംഗ് ആണ് GG ഹോസ്പിറ്റൽ. ഓക്കെ, ഇവിടെ ഹോസ്പിറ്റൽ മാത്രം ഈ റോഡിൽ കൂടെ ഉള്ളൂ കേട്ടോ. ഇഷ്ടംപോലെ ഹോസ്പിറ്റലുണ്ട് ഈ റോഡിൽ കൂടെ. ഇത് കോർണൽ ഹോസ്പിറ്റൽ, ഇതിന്റെ ബാക്കിലുള്ളത്. നമ്മളിപ്പോ പോയിട്ടേ ഒരു റൈറ്റ് ഒരു കറക്കം കറങ്ങി വീണ്ടും നമ്മൾ എവിടെ വരും അറിയോ? മുമ്പ് തുടങ്ങിയ പാളയത്ത് തന്നെ നമ്മുടെ PMG വരും. PMG ഇത് മെഡിക്കൽ കോളേജൊക്കെ വരാനായിട്ട് വരുന്നവർക്ക് ഏറ്റവും എളുപ്പം വരാൻ വഴി ഇതാ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈവേ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കയറുക. ഒരു ജംഗ്ഷനിലുണ്ട്, മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ ആയി കേട്ടോ. സിഗ്നൽ ഇല്ല അവിടെ. ഇതാണ് മെഡിക്കൽ കോളേജ്.
മെഡിക്കൽ കോളേജിന്റെ അകത്തോട്ടൊന്ന് കയറിയേക്കാം കേട്ടോ. ഇത് നമുക്ക് പുറത്തിറങ്ങാം. ഇത് മെഡിക്കൽ കോളേജ് ഗേറ്റ് ആണ്. അകത്തോട്ട് കയറി ഇത് എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ ഡിപ്പാർട്ട്മെന്റ് ആണ് വലതുള്ളത്. ആൾക്കാർക്ക് അപ്പുറം ഇപ്പുറം ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള ബ്രിഡ്ജാണ് അവിടെ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ OP ബ്ലോക്ക്, സൂപ്രണ്ടിന്റെ ഓഫീസൊക്കെ ലെഫ്റ്റ് സൈഡിലുള്ള ഇവിടെയാണ്. ആ സൈഡിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി തിരുവനന്തപുരം ബോർഡ്. അത് ബ്ലഡ് ബാങ്ക് ആണ് കേട്ടോ. ചോപ്പ് ബിൽഡിംഗ്. ഇതുണ്ടോ ശ്രീചിത്ര ഇതിനകത്താ. ശ്രീചിത്ര ആശുപത്രി ലെഫ്റ്റ് സൈഡ്. RCC ഉണ്ടോ? RCT കുട്ടികളുടെ അത്യാഹിതവാദം RCC ലെഫ്റ്റ് സൈഡ്. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇതാണ് ഇത് ഇൻ ഹൗസ് ഡ്രഗ് ബാങ്ക് ആണ്. ഇതുണ്ട്. ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി നഴ്സിംഗ് കോളേജ് അങ്ങനെ ഇത് കിടക്കും. ഇത് നമുക്ക് തിരിക്കാം. പുറത്തിറങ്ങാം. ഇതിനകത്ത് എല്ലാ സംഭവം പോയി കഴിഞ്ഞാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, മോർച്ചറി അത് അങ്ങോട്ടാണ് കേട്ടോ. ആ വഴി നമ്മൾ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങുവാണേ. നമ്മളപ്പം വെളിയിലോട്ട് ഇറങ്ങാൻ പോണേ. നമ്മളിവിടുന്ന് ലെഫ്റ്റ് പോണ് കേശവദാസപുരം, ഉള്ളൂരൊക്കെ ലെഫ്റ്റിലോട്ടാണ്. നമ്മളിപ്പം അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ വന്നത് വലതുവശത്താണ്. ഇത് തിരിച്ച് നമ്മൾ അതേപോലെ തന്നെ വന്ന റോഡ് നേരെ സ്ട്രേറ്റ് നമ്മൾ പോരുവാണ്. ACR ലബോറട്ടറി ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത് കേട്ടോ. അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി മുകളിൽ കണ്ടില്ലായിരുന്നോ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്? അതാണ് ആ കാണുന്നത് കേട്ടോ. ഇതെല്ലാം മെഡിക്കൽ കോളേജ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ ഇതെല്ലാം അറിയപ്പെടുന്നത്. ഇതവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്ന് ഉള്ളൂരാണ്. ഇത് ഉള്ളൂർ ശ്രീ ഇളങ്കാവിൽ ഭഗവതി ക്ഷേത്രം. വലിയ ക്ഷേത്രം കേട്ടോ. അമ്പലം കഴിഞ്ഞ് അവിടെ ഗവൺമെന്റ് UP സ്കൂളുണ്ട് കേട്ടോ ഉള്ളൂര്. പുലയനാർകോട്ടയില്ലേ? പുലയനാർകോട്ട കേട്ടുണ്ടോ? ഒരു പാട്ടില്ലേ പുലയനാർമണിയം? ആ വഴിയാണ് നമ്മളിപ്പോ ചെല്ലുമ്പോ ലെഫ്റ്റ് പോകുന്നല്ലേ? ലെഫ്റ്റ് പോകണം. അതായത് അതുവഴി ആക്കുളം പോവാം. നമ്മൾ ഇവിടുന്ന് റൈറ്റ് അല്ലേ പോകുന്നത്? നമ്മൾ അടുത്ത സിഗ്നലിൽ റൈറ്റ് പോകും. ഇവിടുന്ന് ലെഫ്റ്റ് പുലയനാർകോട്ട. ഇത് ഉള്ളൂർ സിഗ്നൽ ആണ് കേട്ടോ. ഉള്ളൂർ ജംഗ്ഷൻ. നമ്മൾ ഇവിടുന്ന് റൈറ്റ് പോകും. കേശവദാസപുരം വഴി എറണാകുളം സിറ്റി, അല്ല സോറി ട്രിവാൻഡ്രം സിറ്റിക്കകത്തോട്ട്. എന്റെ വായിൽ ഇടയ്ക്കിടയ്ക്ക് എറണാകുളം വരും കേട്ടോ. ഞാൻ എറണാകുളത്തുകാരനായിരുന്നു. ഇത് നമ്മൾ ഉള്ളൂർ സിഗ്നൽ ആണ് കേട്ടോ. സിഗ്നലിന്റെ ഫ്രണ്ടിൽ നമ്മൾ പതുക്കെ കയറി ഏറ്റവും ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് ഈ നേരെ പോകുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ വണ്ടികൾ പോകുന്ന വഴിയാണ് നമ്മുടെ കഴക്കൂട്ടം ബൈപ്പാസ് തൊട്ട് പോകുന്ന വഴി. കഴക്കൂട്ടം, കാര്യവട്ടം, ശ്രീകാര്യം അതെല്ലാം ഈ വഴിക്കാണ് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് റൈറ്റ് പോകും, സിറ്റിക്കകത്തോട്ട് പോകും. ഇവിടുന്ന് ചെല്ലുന്ന ഇനിയുള്ള സിഗ്നല് മറ്റേ കേശവദാസപുരം. അവിടെയാണ് നമ്മുടെ MC റോഡ് വന്ന് ജോയിന്റ് ആവുന്നത്. ഇതൊരു അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ. അതിന്റെ പുറകിലെ വെള്ള ബിൽഡിംഗ് ഉണ്ട്. അതാണ് ക്രെഡൻസ് ഹോസ്പിറ്റൽ കേട്ടോ. ഇനി നമ്മൾ വീണ്ടും അങ്ങോട്ടാണ് ചെല്ലുന്നത്. ഈ നേരെ നമ്മൾ മറ്റേ സൂ, മ്യൂസിയം എല്ലാം ഇങ്ങോട്ടല്ലോ. 4 കിലോമീറ്റർ ആട്ടോ ഇവിടുന്ന് അങ്ങോട്ടാ പോകുന്നത്. നമ്മൾ ശരിക്കും റൗണ്ട് അടിക്കുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമാണ് നമ്മൾ ഈ കിടന്ന് കറങ്ങുന്നത്. ഇപ്പം ഇത്രയും ഭാഗം ഈ റൈറ്റ് സൈഡിലുള്ളതാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറേറ്റ് ഓഫീസാണ് താഴെ. ചൈതന്യ ഐ ഹോസ്പിറ്റൽ. ഈ കേശവദാസപുരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആല് ശ്രദ്ധിക്കണം കേട്ടോ.
ഇതാണ് കേശവാസുരത്തിന്റെ ഐഡന്റിറ്റി. ഒരു ആലിവിടെ കൊണ്ട് കിട്ടും. നമ്മൾ ഇവിടുന്ന് റൈറ്റ് പോകും. MC റോഡാണ് കേട്ടോ. ആ വണ്ടി വരുന്നത് മറ്റേ MC റോഡ് വന്ന് കയറി മുട്ടുന്ന കേട്ടോ. ഇത് ഇടത്തോട്ട് ഈ വഴി KSRTC വരുന്നുണ്ടല്ലേ, ഇത് നമ്മുടെ കോട്ടയം ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളാണ്. ആ റോഡ് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ ഇവിടുന്ന് റൈറ്റ് സിറ്റിക്കകത്തോട്ട് പോകും. ഇതേ നമ്മളിപ്പോൾ തുടങ്ങിയില്ലേ പത്മനാഭ ടെമ്പിൾ, ഇവിടുന്ന് 7 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ 7 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി ഇവിടെ എത്തി. ഇത് ഒരു പള്ളിയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ റൈറ്റ് സൈഡിൽ കണ്ടതായിട്ടോ മലങ്കര സിറിയൻ കാത്തലിക് ചർച്ചാണ് കേട്ടോ. ആ മുമ്പിൽ ഒരു സിഗ്നൽ മിന്നുന്നുണ്ടല്ലേ, ഈ മിന്നു നടന്ന് റൈറ്റ് പോവാം. റൈറ്റ് പോയി കഴിഞ്ഞാൽ മെഡിക്കോളോട്ടുള്ള വഴി കേട്ടോ. നമ്മളിവിടെ നേരെ പോകും. നമ്മൾ മെഡിക്കൽ കോളേജ് വന്നില്ലേ, ഇത് മെഡിക്കൽ കോളേജിലോട്ടുള്ള വഴിയാണ്. ഇത് പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളാണ് കേട്ടോ. ഇത് LIC ആസ്ഥാനം പട്ടം. അത് LIC ആണ്. ഇത് LIC നല്ല ഭംഗിയുള്ള ബിൽഡിംഗ് കേട്ടോ. ഇത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പുറത്ത് കാണുന്നത് കേന്ദ്രീയ വിദ്യാലയ പട്ടം. ഇത് കേന്ദ്രീയ വിദ്യാലയ പട്ടം. വാട്ടർ ടാങ്ക് ഒക്കെ ഇരിക്കുന്നു, അത് കേന്ദ്രീയ വിദ്യാലയമാണ്. ഇതാണ് PSCയുടെ ഓഫീസ് വലതുവശത്ത് മുകൾ ഭാഗത്ത്. ഇതാണ് PSCയുടെ ഓഫീസിന്റെ മെയിൻ ഗേറ്റ് കേട്ടോ. ഇത് ജില്ലാ പഞ്ചായത്ത് കാര്യാലയം. നമ്മൾ ആ വഴിക്ക് തിരിഞ്ഞു പോയത്. ഇവിടുന്ന് റൈറ്റ് ആണ് നമ്മൾ പോയത് കേട്ടോ. പട്ടത്തിൽ നമ്മൾ അങ്ങോട്ട് മെഡിക്കോളിലോട്ട് പോയില്ലേ, ഇവിടുന്ന് റൈറ്റ് ആണ് നമ്മൾ പോയത്. നമ്മൾ തിരിച്ച് വീണ്ടും പട്ടത്തെത്തി റൗണ്ട് അടിച്ചു. ഇത് നമ്മള് പട്ടസിലിൽ നിന്ന് മുമ്പോട്ട് പോണേ. ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാല് കുറവങ്കോണം, കവടിയാറ് പാലസൊക്കെ ഇല്ലേ, അതൊക്കെ അതിലേ പോവാം കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോ നേരെ പോകുന്നത് പാളയത്തോട്ടാണ്. നമ്മൾ വന്ന വഴി തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. ഇത് 1 വേ ആണ് കേട്ടോ. നമ്മൾ മുമ്പേ ആ റൈറ്റ് സൈഡിൽ വണ്ടി നിർത്തിയേക്കുന്നുണ്ടല്ലോ, നമ്മൾ അതിലേ താട്ടിറങ്ങി വന്നത്. നമ്മൾ ഇതിലേ നമ്മൾ തിരിച്ച് മുകളിലോട്ട് കയറുന്നു. കഴിഞ്ഞത് പ്ലാമൂട്. ഇത് പ്ലാമൂട് അല്ലേ? നമ്മൾ നിന്ന സിഗ്നൽ നിന്നിടം. ഇത് മനുഷ്യാവകാശ കമ്മീഷന്റെ ബിൽഡിംഗ് ആണ് കേട്ടോ ആ കാണുന്നത്. ഇതുവഴി പോയ നന്തൻകോട് ലോ കോളേജ് ഒക്കെ പോകാം കേട്ടോ. എടുത്തോട്ടില്ല. GV രാജ പവലിയൻ. ഇത് മസ്കറ്റ് ഹോട്ടൽ കേട്ടോ. ഇതാണ് പേര് കേട്ടോ, മസ്കറ്റ് ഹോട്ടൽ. ഇത് LMS കോമ്പൗണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതുണ്ട് CSI പള്ളിയാണ്, പഴയ പള്ളിയാണ് കേട്ടോ. അത് നേരെ പോകുന്നത് മ്യൂസിയം ഒക്കെയാണ്. അങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇതാണ് ലൈബ്രറി ഇടതുവശത്ത്. ഇതെല്ലാം ലൈബ്രറി ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇടതുവശത്ത് കാണുന്നത്. ഇത് സ്റ്റേഡിയത്തിന്റെ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. നമ്മൾ ആ സ്റ്റേഡിയത്തിന്റെ പുറകുവശത്തൂടെ വന്നേ. നമ്മള് ഇതാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കേട്ടോ. ഈ സ്റ്റേഡിയത്തിന്റെ ബാക്ക് സൈഡ് കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഇനി മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് ഇവിടെ നമ്മൾക്ക് ഫേമസ് പള്ളിയുണ്ട്. ഒരു പാളയം ജുമാ മസ്ജിദ് ആണ് വലതുവശത്ത് കാണുന്നത്. ഇത് ആദ്യത്തെ പള്ളി, ക്രിസ്ത്യൻ പള്ളി.
പള്ളിയുടെ നേരെ ഡയഗണലി ഓപ്പോസിറ്റ് ആണ് മുസ്ലിം പള്ളി ഇരിക്കുന്നത്. ഇതിന്റെ അടിയിൽ കൂടെ അണ്ടർഗ്രൗണ്ട് കടന്നു പള്ളിയോട് ചേർന്ന് ഗണപതി അമ്പലമുണ്ട് കേട്ടോ. ഇതിന്റെ അടിയിൽ കൂടെ അണ്ടർഗ്രൗണ്ട് വന്നു. പള്ളി, ഇത് പാളയം ജുമാ മസ്ജിദ്, ഇത് ക്ഷേത്രം. നമുക്ക് ഒറ്റ ഫ്രെയിമിൽ ഇത് 3 കിട്ടും. നമുക്ക് അമ്പലവും മോസ്കും പള്ളി. അപ്പം നമ്മുടെ ഈ കുട്ടി റൈഡ്, തിരുവനന്തപുരം സിറ്റി കുട്ടി റൈഡ് നിർത്തുമല്ലേ? നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. എന്നിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആണ്. അങ്ങനെ റെഡിയല്ലേ? അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ശരിയല്ലേ? ബൈ ബൈ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് ചേട്ടാ